ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ ദരിദ്രനല്ല, ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഞാൻ സമൃദ്ധി അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് പിന്നെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് കർത്താവിൽ ബലപ്പെടാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ, വൻ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. ദൈവസന്നിധിയിൽ നമുക്കിന്ന് പുകഴുവാനൊന്നുമില്ല. കർത്താവ് തന്ന ദാനങ്ങളല്ലാതെ, ദൈവം നടത്തിയ വഴികളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ നന്ദി പറയാം. പിന്നെയും ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ അത്ഭുതങ്ങളാൽ നടത്തുന്നല്ലോ. ഇന്നലെ കേട്ട വചനമല്ല, വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദൈവശക്തി കൊണ്ട് പ്രതികൂലങ്ങളെ പുറത്താക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും ആത്മാവിന്റെ ശക്തിയാൽ. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. വചനത്തെ പ്രമാണിച്ച് ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ തീ കത്തണം. ആമേ. നമ്മൾ ഇന്നലെ കേട്ട് നമ്മുടെ ഉള്ളിൽ ഈ തണുപ്പ് അന്വേഷിച്ച് നടക്കുന്ന പിശാശുണ്ട് അല്ലേ? പിശാശിന്റെ ആഗ്രഹം തണുപ്പ് എവിടെയുണ്ടോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കയറുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നലെ കേട്ടു ആത്മാവിന്റെ ശക്തിയാൽ, നമ്മൾ പ്രാർത്ഥനയാലും അന്യഭാഷാ വരം നമ്മൾ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങളത് മറന്നു പോകല്. ഒന്നും കൂടെ കഴിയുമെങ്കിൽ യൂട്യൂബിൽ കയറി അത് കേൾക്കുക, മറന്നു പോകരുത്. അന്യഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇന്നലെ കേട്ടത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുള്ള ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ കേട്ടത്. ഇന്നും നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. വൻ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നും ദൈവം നമുക്ക് വേണ്ടി അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കർത്താവ് നമ്മളെ നിറയ്ക്കും. കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, കർത്താവ് നമ്മളെ പരിപാലിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പായി വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുവരുന്നു. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കാണാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കർത്താവ് ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ്: മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കുന്നു, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുന്നു? അപ്പൊ ഇവിടെ വചനം നിങ്ങൾ നോക്കിയാൽ നമുക്ക് പലപ്പോഴും ഒക്കെ ബൈബിളിൽ കാണാൻ പറ്റും, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? പലപ്പോഴും നിങ്ങൾ പല ഭിത്തിയിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഭിത്തിയിലൊക്കെ ഇഷ്ടം പോലെ ആ വാക്യം കാണാൻ പറ്റും അല്ലേ? നീ സകലതും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യമാണ്: ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കുന്നു, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവുന്നു? അപ്പൊ ഇത് നിങ്ങൾ ഇവിടെ നോക്കിയാണ്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം എന്താകുന്നു? അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഇതിന്റെ അർത്ഥം, ഈ വാക്യത്തിന്റെ അർത്ഥം നമ്മളോട് കർത്താവ് സംസാരിക്കണം. നമ്മൾ ആത്മീയമായിട്ട്, അതായത് ഇവിടെ കർത്താവ് പറയും, ഈ രാത്രി നിങ്ങളുടെ പ്രാണൻ പോയാൽ, നമുക്ക് ഈ ലോകത്തിലെ ജീവിതം മാത്രമല്ല, വരുവാനുള്ളൊരു നിത്യജീവനും കൂടി ഉണ്ട്. അതായത് കറ, ചുളുക്കം, മാലിന്യം, വാട്ടം മുതലായവ ഒന്നുമില്ലാത്തൊരു ദൈവരാജ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനും നിത്യത എന്ന വലിയ സത്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാനുമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ഇത് നമുക്കറിയാം, മനുഷ്യൻ ലോകത്തിന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അല്ലെ? ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കണം, എന്നിട്ട് മരിക്കണം എന്നൊറ്റ ഒരു ചിന്തയിലാണ് മനുഷ്യൻ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഓട്ടം മുഴുവനും ഇതൊറ്റ ചിന്തയുള്ളൂ. അപ്പൊ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്: ഈ രാത്രി നിന്റെ പ്രാണൻ എടുത്താൽ, ഈ പ്രാണൻ നിന്നോട് ചോദിക്കുന്നു, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവുന്നു? അപ്പൊ ഇത്രയും നീ സമ്പാദിച്ചിട്ട്, അപ്പം അതിന്റെ അർത്ഥം സമ്പാദിക്കരുതെന്നോ കൂട്ടി വെക്കണമെന്നോ ഒന്നും അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് നിത്യജീവനെ അവകാശമാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും മരിച്ചയാളെ, ഇപ്പൊ നിങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ
ആ വ്യക്തിക്കാണ് നിത്യജീവനിലേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മരിച്ചൊരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും സ്വർഗത്തിലോട്ട് കയറ്റുവാൻ കഴിയത്തില്ല. ജീവനോടെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, നിത്യജീവനെ അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രദറെ, ഇപ്പം ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ കുടുംബക്കാരിൽ പലരും അറിഞ്ഞിട്ടില്ല, അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ കഴിയും? ഒരിക്കലും കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദറെ, അങ്ങനെ കഴിയുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും കഴിയത്തില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറയുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. ആ ധനവാനായ മനുഷ്യൻ നരകത്തിൽ ഇങ്ങനെ ആ തീച്ചൂളയിൽ വെന്ത് തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണുന്നുണ്ട്. ഉടനെ അദ്ദേഹം പറയുന്നുണ്ട്, ലാസറെ, അബ്രഹാം പിതാവേ, ആ ലാസറിന്റെ വിരലിന്റെ അറ്റത്തിലെങ്കിൽ അല്പം വെള്ളം മുക്കി എൻ്റെ നാവിന്മേൽ ഇടാൻ പറയുമ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കും നിനക്കും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ആർക്കും പോകാനും വരാനും കഴിയത്തില്ല. അപ്പം നരകത്തിൽ ഒരു വ്യക്തി ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവ വഴിയിൽ നടക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ മരണത്തിന് ശേഷം അദ്ദേഹം നിത്യനരകത്തിലേക്ക് പോകുന്നു. ആ വ്യക്തി ഒരിക്കലും എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ച് പിന്നെ സ്വർഗത്തിൽ കയറ്റാൻ കഴിയത്തില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ലാസറിന്റെയും ധനവാന്റെയും ഉപമ. അപ്പൊ ഈ ഭൂമിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവായി സ്വീകരിച്ച് വരാൻ പോകുന്ന നിത്യജീവനിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്നവരാകണം. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ കർത്താവ് ഇത് പറയുന്നതിന് മുമ്പ്, നിത്യജീവൻ ഭൂമിയിൽ അവകാശം വരുന്നതിന് മുമ്പ് കർത്താവ് പറയുകയാണ്, നീ സകലതും നേടിയിട്ട് നിന്റെ പ്രാണൻ നഷ്ടപ്പെട്ടാൽ നീ പോകുന്നത് എങ്ങോട്ടാ? ഭൂമിയിൽ എത്ര സമ്പാദിച്ചാലും നിനക്ക് സ്വർഗത്തിലോ നിത്യതയിലോ പോകാൻ കഴിയത്തില്ല. പകരം യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. എന്നിട്ട് താഴെ പറയുകയാണ്, നിങ്ങൾ നോക്കിയേ, ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനാകാതെ, ഈ വാക്ക് മറന്നുപോകല്ലേ, ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, അപ്പൊ ഇവിടെ എന്ത് നിക്ഷേപത്തെ പറ്റി ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവികമായി സമ്പന്നനാകുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിലും ആശ്രയിച്ച് ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തിയാണ് ദൈവികമായി സമ്പന്നനാകുന്നത്. ദൈവികമായി സമ്പന്നനായി കഴിഞ്ഞാൽ വചനം പറയുന്നു, നിന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പൊ അല്ലാതെ നമ്മൾ ഭൂമിയിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര ഉള്ളവനാന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവികമായി സമ്പന്നനാകണം. എന്നിട്ട് പറയുകയാണ്, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം. കർത്താവിൻ്റെ ശിഷ്യന്മാർ, പത്രോസ്ലീഹ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് വന്നിട്ട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുക. മത്തായി എന്ന് പറയുന്ന കർത്താവിൻ്റെ അപ്പോസ്തലൻ ചുങ്കം പിടിക്കുക, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ വന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ജോലിയും കൂലിയും എല്ലാം വിട്ടേച്ച്, എന്ത് ചെയ്തു? കർത്താവായ യേശുവിനെ അനുഗമിച്ചു. തിരിച്ച് ഭവനത്തിലോട്ട് ചെല്ലുമ്പോൾ കുടുംബക്കാരിൽ ആരെങ്കിലും, അയൽവക്കക്കാരിൽ ആരെങ്കിലും, സുഹൃത്തുക്കളിൽ ആരെങ്കിലും ചോദിക്കുവാണ്, ഈ കർത്താവിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ജീവിക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, മാനുഷികമായിട്ടുള്ള ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ വേണ്ടേ? ഞാൻ പത്രോസ്ലീഹായെ പറ്റി പറയുന്നത്, പത്രോസ്ലീഹ വള്ളവും വലയും ഒക്കെ കളഞ്ഞിട്ട് എല്ലാവരും, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം മീൻ പിടിക്കാൻ വേണ്ടി പോകും. പത്രോസ്ലീഹ രാവിലെ ബൈബിളുമായിട്ട് ഇറങ്ങും, യേശുക്രിസ്തുവിന്റെ പുറകെ പോവും. യേശുക്രിസ്തുവിന്റെ പുറകെ പോയിട്ട് ഈ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങ് കൊടുക്കുകയും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് കൂടെ നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിങ്ങനെ കാണുമ്പം നാട്ടുകാരായ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരത്തില്ലേ? എന്തായിരിക്കും ആ ചോദ്യം എന്ന് പറഞ്ഞ്, എന്തായിരിക്കും നിങ്ങളുടെ ചോദ്യം? ജോലി കളഞ്ഞിട്ട് യേശുവിന്റെ പുറകെ പോയാൽ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്? വേറെ പണിയൊന്നുമില്ല എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കുമെന്ന് എന്ത് ചെയ്യുന്നു? എങ്ങനെ ജീവിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? അവിടെ പൊങ്ങി വരും അല്ലേ? കാരണം വെച്ചാല് ജോലി ഉള്ളവന് പോലും ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഉള്ള ജോലി കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പത്രോസ്ലീഹ ശിഷ്യന്മാരും എല്ലാം യേശുവിന്റെ പുറകെ നടക്കുക.
പത്രോസ്ലീഹയുടെ കൂട്ടുകാർ പോലും നേരം വെളുക്കുമ്പോൾ അതിരാവിലെ പോയിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് പോലും അല്പമേ ലഭിക്കുന്നുള്ളൂ അവർക്ക് പോലും ജീവിക്കാൻ ബുദ്ധിമുട്ട്. ഞാനിത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഈഹലോക ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ അകത്ത് ഭാരത്തോടെയോ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്, ജീവിക്കാൻ വേണ്ടി ഭാരപ്പെടുന്നവരാണ്, ജീവിക്കാൻ വേണ്ടി നിങ്ങൾ മരിക്കാൻ വരെ നിൽക്കുന്ന ആൾക്കാരാണ്. മരിക്കാൻ വരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, ആദ്യം നിങ്ങൾ ദൈവിക വിഷയത്തിൽ സമ്പന്നനായാൽ ഭൗതിക വിഷയത്തിൽ നിങ്ങൾ സമ്പന്നനായി മാറിയിരിക്കും. അപ്പൊ ദൈവിക വിഷയത്തിൽ ഞാൻ സമ്പന്നനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പം അളവിലധികം പൈസ വന്നാൽ, ഇപ്പൊ നിങ്ങളിൽ ഒന്നും കടഭാരത്താൽ നിങ്ങൾ ഭാരപ്പെടുവാണ്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, 10 കോടി രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ലോട്ടറി അടിച്ച് കയ്യിലോട്ട് വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ പൈസ ഇല്ലാതെ ഭാരപ്പെട്ട വിഷയങ്ങൾ പിന്നെ ഭാരമല്ല. ആ പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നേരങ്ങൾ ഓടിയതും ചാടിയതും കരഞ്ഞതും വിഷമിച്ചതും ഒന്നും പിന്നെ ഭാരങ്ങളല്ല. പിന്നെ നിങ്ങളുടെ മുമ്പിൽ അതെല്ലാം കീഴ്പ്പെടും, അല്ലേ? അതുവരെ നിങ്ങളെ കടം മേടിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത കടക്കാരെല്ലാം 10 കോടി ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കയിലായിരിക്കും. ഒരിക്കലും ലോൺ തരത്തില്ലെന്ന് പറഞ്ഞ് ബാങ്കുകാർ എന്ത് ചെയ്യും? നിങ്ങളുടെ വീടിൻ്റെ വാതിക്കയിലായിരിക്കും. അതിൻ്റെ കാരണം ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങളിപ്പോൾ സമ്പന്നനാണ്. അങ്ങനെയാണെങ്കിൽ ആത്മീയ കാര്യത്തിൽ ഒരു വ്യക്തി സമ്പന്നനായാൽ ഭൗതിക കാര്യങ്ങൾ നിങ്ങളുടെ പുറകെ വരും. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ വാക്യം ഞാൻ പെട്ടെന്ന് താഴേക്കൊന്ന് പോയിട്ട് വീണ്ടും വരാവേ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും കിട്ടും. ഇവിടെ ഞാൻ നേരെ മുകളിലോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവരാജ്യം, അതായത് ദൈവിക കാര്യത്തിൽ ഒരു വ്യക്തി സമ്പന്നനായാൽ നോക്കിക്കേ, അതോടുകൂടെ സകലതും കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവരാജ്യത്തിൽ അന്വേഷിക്കിൻ. അതിൻ്റെ തൊട്ടുമുളത്തിൽ യേശു പറഞ്ഞു, ദൈവിക കാര്യത്തിൽ ഒരുവൻ സമ്പന്നനായാൽ അവൻ എന്തുണ്ടാകും? അവൻ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവൻ ദൈവിക കാര്യത്തിൽ സമ്പന്നനാകും, അതോടുകൂടെ സകലതും അവന് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട വിഷയങ്ങളെപ്പറ്റി കർത്താവ് ഈ വചനത്തിലൂടെ ഇടപെടുവാണ്. നിങ്ങൾ നോക്കിയേ, ഞാൻ എന്നിട്ട് ആ വാക്യം മുതൽ അങ്ങ് വായിക്കാവേ. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട, എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പാണ്ഡിശാലയിൽ കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും ദൈവം അവയെ പുലർത്തുന്നു. പർവ്വജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരത്രേ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാനോ നിങ്ങളിൽ ആർക്കും കഴിയത്തില്ല. ആകയാൽ ഏറ്റവും ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? താമരയെ എങ്ങനെ നോക്കുവിൻ, അവ വളരുന്നതെന്ന് വിചാരിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും അതിൻ്റെ സകല മഹത്വത്തിനും അവയിൽ ഒന്നിനോട് ചമച്ചിരിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസിയെ നിങ്ങളെ എത്ര അധികം എന്ന് ബൈബിളിൽ പറഞ്ഞോട്ടെ. എന്ത് തിന്നും എന്ന് ഉടുക്കുമെന്ന് ചിന്തിക്കരുത്. നോക്കി, ചിന്തിക്കരുത്, ചഞ്ചലപ്പെടരുത്. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾക്കോ പിതാവോ ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നു. നോക്കിയേ, അപ്പൊ ഞാൻ ഇനി പത്രോസ്ലീഹയുടെ വാക്യം അവിടെ നിന്ന് കണക്ട് ചെയ്യാവേ. പത്രോസ്ലീഹ വള്ളവും വലയും ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് ബൈബിളിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ പത്രോസ്ലീഹ വന്നിട്ട് പറയുക, കർത്താവെ തിരിച്ചു പോയില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്? കാര്യം ഭാര്യയും പിള്ളേരും ഒക്കെ പട്ടിണിയാണ്, അമ്മായിയും ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നു. എവിടെയെങ്കിലും പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവെ നിക്കക്കള്ളിയില്ല, എന്നെ ഒന്ന് പറഞ്ഞു വിടണം, ഞാൻ 2 ദിവസം ഒന്ന് ഓടിപ്പോയി പണിക്ക് പോയിട്ട് തിരിച്ചു ഓടി വരാം എന്ന് എവിടെയെങ്കിലും പത്രോസ്ലീഹ പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല.
മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വല്ലോത്തിനും കുറവുണ്ടായിരുന്നോ എന്ന് അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നോ എന്ന് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവിന്റെ ശിഷ്യന്മാർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ഭൗതിക കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. കുടുംബ വിഷയമുണ്ട്, സാമ്പത്തിക വിഷയമുണ്ട്, ആരോഗ്യ വിഷയങ്ങളുണ്ട്. ഇതൊക്കെയും ആരേറ്റെടുക്കുന്നു? അതൊക്കെയും ദൈവം എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു. എങ്ങനെ ക്ലിയർ ചെയ്യുന്നു? ഇവിടെ കുറെ ഉദാഹരണങ്ങൾ കർത്താവ് പറയുകയാണ്. വിചാരപ്പെട്ട്, നിങ്ങൾ ആ വാക്യം നോക്കി, 29ാമത്തെ വാക്യം നോക്കിയേ, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. നോക്കിയേ, ചിന്തിച്ച് ചഞ്ചലപ്പെടും. അപ്പൊ നമ്മൾ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറില്ലേ? ചിന്തിക്കുക മാത്രമല്ല, നമ്മൾ ചിന്തിച്ചിട്ട് ചഞ്ചലപ്പെടാറുണ്ടല്ലേ. ഈ എന്താണ് ഈ ചഞ്ചലപ്പെടുക എന്നൊരു നല്ല മലയാളം എന്ന് പറഞ്ഞ്? ചിന്തിച്ചിട്ട് ഈ ചഞ്ചലപ്പെടുക എന്നൊക്കെ പറഞ്ഞ എപ്രാളം കേറുന്നു. ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നു അല്ലെ. ചിന്തിച്ച് നിങ്ങൾ പലപ്പോഴും നമ്മൾ ടെൻഷൻ ആകുക, ചിന്തിച്ച് ടെൻഷൻ ആകുക. അതിന്റെ കാരണം എന്താ? നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും, അയ്യോ ആ വിഷയം, എൻ്റെ ദൈവം, ഇത് എങ്ങനെ ഞാനത് പരിഹരിക്കും, എങ്ങനെ ഇത് ശരിയാവും, ഇങ്ങനെ അങ്ങോട്ട് നമ്മളില്ല. ചിന്തിച്ച് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും, വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്തായിരിക്കും, എണീറ്റ് വരുന്ന സമയത്തായിരിക്കും, പിള്ളേരെ നോക്കുന്ന സമയത്തായിരിക്കും, ജീവിതം നോക്കുന്ന സമയത്തായിരിക്കും, ഭാവി നോക്കുന്ന സമയത്തായിരിക്കും, ഇങ്ങനെ ചിന്തിച്ച് ചഞ്ചലപ്പെടുക, നമ്മൾ ഭാരപ്പെടുക, സങ്കടപ്പെടുക, നമ്മൾ അങ്ങോട്ട് വറീഡാകുക. എന്നിട്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആ പ്രാർത്ഥന മുഴുവിക്കാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും എണീറ്റ് പോകുന്നു, പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പലരും പല കാര്യങ്ങൾ നമ്മൾ ആകുലപ്പെടുന്നു. അതിൻ്റെ കാരണം ചിന്തിച്ച് ചഞ്ചലപ്പെടുകയാണ്. ഇപ്പൊ ബ്രദറെ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? തൊട്ടുമുഴുത്ത വാക്യത്തിൽ നോക്കി, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. അപ്പൊ ദൈവം ഇവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. ഞാൻ പെട്ടെന്ന് അപ്പോസ്തലന്മാരിലേക്ക് ഒന്ന് പോവാണേ. വള്ളവും വലയെല്ലാം ഇട്ടേച്ച്, നല്ല ഒന്നാന്തരം വരുമാന മാർഗം ഇട്ടേച്ച് കർത്താവിന്റെ ശിഷ്യന്മാര് യേശുക്രിസ്തുവിനെ പുറകെ പോകുന്ന സമയത്ത് കർത്താവ് ആ നിമിഷം മുതൽ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവീക കാര്യങ്ങളിൽ പത്രോസ് ശ്ലീഹ ആ സമയം മുതൽ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. എന്താണ് പ്രയോറിറ്റി എന്ന് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. അവരെയും കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നുണ്ടല്ലേ, പോയി ദൈവരാജ്യം പ്രസംഗിക്കണം. എന്താണ് ഈ ദൈവത്തിന്റെ രാജ്യം? ദൈവത്തിന്റെ രാജ്യം എന്നതുപോലെ ദൈവരാജ്യത്തിന്റെ വേലക്കാരായി ദൈവം അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ജോലിക്കാരായി. സുവിശേഷകർ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ ജോലിക്കാരൻ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ജോലിക്കാരനാന്ന് പറ. ദൈവരാജ്യത്തിലെ ജോലിക്കാരാണ് സുവിശേഷകർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സുവിശേഷകരായ ഇങ്ങനെ കർത്താവ് ദൈവരാജ്യത്തെ പറ്റി ഇട്ടുകൊടുത്ത വാക്യം പറയുന്നു, അവന്റെ രാജ്യം അന്വേഷിപ്പിൻ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ അന്വേഷിപ്പിൻ, ദൈവരാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം കിട്ടും. എന്തുണ്ണും എന്തുടുക്കും. അതിന്റെ അർത്ഥം ബ്രദറെ, കഴിക്കാനുള്ളത് റേഷൻ കടയിൽ കിട്ടുമല്ലോ, ആ കാര്യമല്ല ഈ പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും, നമുക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ല, പിന്നെ എന്ത് കിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ കുറെ പൈസ കിട്ടി, പക്ഷെ ഒരു മാസത്തേക്ക് കഴിക്കാൻ ആഹാരവും ഇല്ല, വെള്ളവും ഇല്ല, വസ്ത്രവും ഇല്ല, പിന്നെന്താ ഗുണം? വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആഹാരം കഴിച്ചില്ല പിന്നെ ആരോഗ്യമില്ല, ആരോഗ്യമില്ല പിന്നെ എത്ര കാശിട്ടിട്ടും കാര്യമില്ല. അപ്പൊ അവിടെ മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഘടകം പണമല്ല. രണ്ടാമത് പറയുന്നു, പണം നമുക്ക് ആവശ്യമാണ് കേട്ടോ, പക്ഷെ ആദ്യം വേണ്ടത് നമുക്ക് ആഹാരമാണ്. അപ്പൊ ഇത് കർത്താവ് പറയാണ്, ഈ ഏറ്റവും നിനക്ക് അത്യാവശ്യമായ കാര്യത്തെ പോലും ബൈബിൾ പറയുന്നു, ആകാശത്തിലെ പറവ നോക്ക്, വയലിലെ താമര നോക്ക്, വയലിലെ പുല്ലിനെ നോക്ക്, അവയെ ദൈവം എത്ര ഭംഗിയായിട്ടല്ലേ, എത്ര ഭംഗിയായിട്ട് ദൈവം അവയെ, നമ്മൾ ചവിട്ടിക്കളയുന്ന വഴിയിലെ പുല്ലിനെ പോലും എത്ര മനോഹരമായിട്ടാണ്. അത് ചിലപ്പോൾ രാവിലെ നിങ്ങൾ പോകുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ അത് വാടി തളർന്ന് താഴെ വീണായിരിക്കാം. അതിന് പോലും എന്തൊരു ഭംഗിയിലാ കർത്താവ് ചമച്ചുവെങ്കിൽ എന്നോട് പറയുന്നു, നിങ്ങളെ എത്ര അധികം ദൈവം നടത്തും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി
കർത്താവിൻ്റെ രാജ്യം അറിയിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവരാജ്യത്തിൽ നിന്ന്, ഞാനിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പത്രോസ് ശ്ലീഹായും കർത്താവിൻ്റെ ശിഷ്യന്മാരും ഇപ്പം ഇവിടുത്തെ ജോലിക്കാരാ, ഇപ്പം അവിടുത്തെ ജോലിക്കാരാ, എവിടെയാ അവർക്ക് ജോലി കിട്ടിയിരിക്കുന്നത്? ഇപ്പൊ ദൈവരാജ്യത്തിലെ ജോലിക്കാരാണെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ വീട്ടിലേക്കുള്ള ആഹാരം എവിടുന്ന് വരുന്നു? എവിടുന്ന് വരുന്നു? കണ്ടു, അവിടെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്, ഇനി പത്രോസ് ശ്ലീഹയുടെ അടുപ്പ് പുകയണമെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്ന് വരണം. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ വരെ മീൻ പിടിക്കാൻ പോയി അത് ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് ആ പണവുമായിട്ട് വന്ന് ആ പണം കൊണ്ട് വേണം പത്രോസ് ശ്ലീഹായ്ക്ക് എന്ത് ചെയ്യണം? കുടുംബം കഴിയണമെങ്കിൽ രാവിലെ ബൈബിളുമായിട്ട് യേശുവിൻ്റെ കൂടെ ദൈവരാജ്യം പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ചിന്ത, വൈകുന്നേരം തിരിച്ചു ചെല്ലുമ്പോൾ പത്രോസ് ശ്ലീഹായുടെ മക്കളും ഭാര്യയും പിള്ളേരും ഒക്കെ എന്ത് കഴിക്കും? പത്രോസ് ശ്ലീഹ പറയും, ഒന്നിനെ പറ്റും വറീഡാകണ്ട, യഹോവ ഈരെ, ദൈവരാജ്യത്തിൽ നിന്ന് സംഭവം വരും, ദൈവരാജ്യത്തിൽ നിന്ന് വരും. മനസ്സിലാക്കണം, ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട്. നിങ്ങൾ എപ്പോഴും ഞാൻ പറയാറില്ലേ, ഈ അത്ഭുതം 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 എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാൻ കാരണം, നാച്ചുറലായിട്ടൊന്നും ദൈവം ചെയ്യത്തില്ല. നാച്ചുറലായി ദൈവം ഒന്നും ചെയ്യത്തില്ല. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ ദൈവം ചെയ്യത്തില്ല. എനിക്ക് ആ പെട്ടെന്ന് വാക്യം ഒന്ന് എടുക്കാം. അഹരോന്റെ വടി തളിർത്തു, പൂത്തു, കായ്ത്തു, ഒരു ബദാം ഉണ്ടായെന്നുള്ളൊരു വാക്യമുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. വേഗത്തിൽ വേഗത്തിൽ ആ വാക്യം ഒന്ന് എടുക്കാവോ? നിങ്ങൾ നോക്കി, ദൈവം ഒരിക്കലും, നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നാച്ചുറൽ അല്ല, സാധാരണമായി നിങ്ങൾ വിശ്വസിക്കരുതേ. ഒരു സാധാരണക്കാരനെ പോലെ യേശുവിൻ്റെ സുവിശേഷം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ. എനിക്കറിയാൻ ഒത്തിരി ആൾക്കാരുണ്ട്, എൻ്റെ ജീവിതം ഉൾപ്പെടെ ഞാൻ പറയാം. 2012 കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ചോദ്യമാണ്, ആ വാക്യം ഒന്ന് എടുത്ത്, എനിക്ക് ആ വചനം ഒന്ന് എടുക്കാൻ വേണ്ടി ഇഷ്ടേ, ആ വാക്യം ഒന്ന് എടുത്തേ. മോശയുടെ വടി തളർത്തു, പൂത്തു. ഒരു സംഖ്യാപുസ്തകം 17:8 അല്ലേ? സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നമുക്ക് ആ വാക്യം ഒന്ന് കാണാം. പിറ്റേന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവ്യ ഗൃഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയാണ്, ഓരോ ഗോത്രങ്ങളുടെ ഓരോ വടി വീതം എടുത്ത് 12 വടി അവിടെ കൊണ്ടുവച്ചു. അതിൽ ലേവിയുടെ വടിയിലോ അഹരോന്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തിലും ഓരോ വടി സമാഗമന കൂടാരത്തിങ്കൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ വെക്കണം. നോക്കിയ, സാക്ഷ്യത്തിന്റെ മുമ്പാകെ വെക്കണം. ഞാൻ തെരഞ്ഞെടുത്ത വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് നിർത്തലാകും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവന്റെ സകല പ്രഭുക്കന്മാരോടും ഗോത്രമായി ഓരോ വടിയും 12 വടിയും അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്യും. വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടാകും. മോശ വടിയുടെ സാക്ഷി കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേനാൾ, നോക്കിയേ, പിറ്റേനാൾ. ഇനി നിങ്ങൾ ഒരു വാക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ പിറ്റേനാൾ എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞുള്ള സമയമാ? പിറ്റേനാൾ എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞുള്ളതാ പിറ്റേനാൾ? ഉറപ്പാണ്? ഒരു ദിവസം കഴിഞ്ഞ് തന്നെയാണോ? ഒരു ദിവസം കണ്ട് ഒരു ബദാമിന്റെ വേരില്ലാതെ, തണ്ടില്ലാതെ, ഇലയില്ലാതെ ബദാം പൂത്തു, കായ്ച്ചു, ഫലം കായ്ച്ചു. ഒന്ന് പറയാൻ പറ്റൂ? ഒരു രാത്രി കൊണ്ട് ഒരിക്കലും വേരില്ലാത്ത ഒന്ന് 24 മണിക്കൂർ കൊണ്ട് ഒരു ബദാം പൂക്കുകയോ കായ്ക്കുകയോ ബദാം ഫലം കായ്ക്കുകയോ ചെയ്യുവോ? അയ്യോ, അതെനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സാക്ഷ്യം ഒന്ന് കയറാൻ വേണ്ടിയാ. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു, ദൈവരാജ്യം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. നോക്കിക്കേ, ഇവിടെ മോശയോട് പറയുകയാണ്, നീ അവിടെ പോയിട്ട് 12 ഗോത്രത്തിന്റെ വടി വെട്ടിക്കൊണ്ട് വരണം. വെറും വടിയാ, അതിന് വേരില്ല,
തണ്ടില്ല, ഇലയില്ല. പക്ഷെ ഇത് സാക്ഷ്യ കൂടാരത്തിൽ കൊണ്ടുവെക്കണം. പിറ്റേ ദിവസം രാവിലെ നീ വന്ന് നോക്കുമ്പോൾ അഹരോന്റെ വടി ചുമ്മാ ഒരു ചെറിയ തരിപ്പ്, ഒരു ചെറിയ പനിപ്പ് പോലെ ഒരു ഇല പൊട്ടി മുളയ്ക്കും എന്നല്ല പറഞ്ഞേക്കുന്നത്. ആ തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. ഞാൻ നിങ്ങോട്ട് പറയട്ടെ, ഇതാണ് ദൈവരാജ്യത്തിന്റെ ശക്തി. ഒരിക്കലും ഒരു തണ്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് അത് പൂക്കത്തില്ല, കായ്ക്കത്തില്ല, ബദാം കായ്ക്കത്തില്ല. ഇത് നാച്ചുറലി സംഭവിക്കത്തില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. ഈ രാജ്യത്തിലെ ജോലിക്കാരാണ് കർത്താവിന്റെ ശിഷ്യന്മാര്. ഇവിടെയാണ് അവർക്ക് ജോലി ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ജോലി ലഭിച്ചതിന്റെ കാരണം കർത്താവ് തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഇതാണ് ദൈവരാജ്യവും ദൈവവും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിക്കകത്തുനിന്ന് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകളാ. ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, എനിക്ക് എങ്ങനെയും ഒരു ആശ്വാസം കിട്ടിയാൽ മതിയായിരുന്നല്ല. ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. അവിടെ നോക്കിയേ, നമുക്ക് എപ്പോഴാ നമ്മൾ ഈ ഒരു വാക്യം വായിച്ച് ലൂക്കോസിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുവാണ്. നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടുക. നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ബ്രദറെ നാളെ 10 മണിക്ക് 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യയല്ലാതെ ബ്രദറെ ഒരു വഴിയിൽ. അതിങ്ങനെ രാത്രി മൊത്തം ചിന്തിച്ച് 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 അവസാനം കടക്കാരൻ വരുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ബ്രദറെ? ഈ രാത്രി എനിക്ക് ഒരു ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ബ്രദറെ. ഈ രാത്രി മൊത്തം ഞാൻ ചിന്തിച്ച് ചഞ്ചലപ്പെടുകയാണ്. എന്നാൽ ഇന്നു മുതൽ ചിന്തിച്ച് ഈ രാത്രിയിൽ എൻ്റെ ദൈവത്തിന് അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഈ രാജ്യത്തെ അന്വേഷിക്കാൻ യേശു പറയും. ഈ രാജ്യം എന്താണ്? യേശു ക്രിസ്തു പറഞ്ഞ രാജ്യത്തെപ്പറ്റി മനസ്സിലാക്കിയോ? സുവിശേഷത്തെ അറിയിക്കുന്നതിലൂടെ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ അവിടെ ജോലിക്കാരാകുവാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് ഇപ്പൊ സുവിശേഷം പറയുവാന്നിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും സുവിശേഷം പറയുക. നിങ്ങളിപ്പം ചിലർ ചിന്തിക്കാറുണ്ട്, ബ്രദറിന് ഇന്നു മുതൽ ഞങ്ങൾ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബ്രദർ എങ്ങനെ ജീവിക്കും എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക. ഞങ്ങളോടെല്ലാം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കില്ല, ബ്രദർ എങ്ങനെ ജീവിക്കും? ഞാൻ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിനേക്കാൾ സമ്പന്നനായിട്ട് ഞാൻ ജീവിക്കും. അതിന്റെ കാരണം എന്തെന്നറിയാവോ? ഞാൻ ദൈവരാജ്യത്തിന്റെ വേലക്കാരനാണ്. അപ്പൊ എന്താ ദൈവരാജ്യം? ഒറ്റ രാത്രി കൊണ്ട് ഒരു ബദാമിന്റെ തണ്ട് പൂത്ത് കായ്ച്ച് ഫലം കായ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ വേലക്കാരനാണ് ഞാൻ. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാവോ? ഈ ദൈവം ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾ ആ വാക്യം മനസ്സിലാക്കി. ദൈവകാര്യത്തിൽ സമ്പന്നനായാൽ. നമ്മൾ തുടങ്ങിയത് എവിടുന്നാണെന്നറിയാവോ? നീ സകലതും സമ്പാദിച്ചിട്ട് ഈ രാത്രി നിന്റെ പ്രാണൻ വിട്ടുപോയി കഴിഞ്ഞാൽ നീ നേരെ പോകുന്ന നരകത്തിലേക്ക്. പക്ഷേ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഒപ്പം നിങ്ങളെ പിടിച്ചിരുത്തുകയും നിത്യനരകത്തിലേക്കല്ല നിങ്ങൾ പോകുന്നത്, ദൈവരാജ്യത്തിന്റെ നിത്യതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. അപ്പൊ എത്രത്തോളം അനുഗ്രഹങ്ങൾ ഇവിടെ ഉള്ളത്! ഈ ഭൂമിയിലും അനുഗ്രഹിക്കപ്പെടും, സ്വർഗത്തിലും അനുഗ്രഹിക്കപ്പെടും. പക്ഷെ പലരും ചെയ്യത്തില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ തുള്ളി ചാടിക്കോണം. ബ്രദറെ, ഞാൻ ഒരു വ്യക്തിയോട് പറഞ്ഞു, ബ്രദറെ, യേശു നിന്നെ വിടുവിക്കുമെന്നും യേശു നിന്റെ ജീവിതം മാറ്റുമെന്നും നീ കർത്താവിൽ വിശ്വസിക്കുക, ദൈവം നിന്നെ രക്ഷപ്പെടുത്തുമെന്നൊരു ഒറ്റ വാക്കൊന്ന് പറ. അത് പറയാൻ ആരോടെങ്കിലും പറ്റിയാൽ അവിടെ നിന്ന് തുള്ളി ചാടി ദൈവത്തെ സ്തുതിക്കുക. കാര്യം ദൈവരാജ്യത്തിലാൽ ഞാൻ ഉപയോഗിക്കപ്പെട്ടു. ആമേൻ. അപ്പൊ ഇതുകൊണ്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാർ ഒരു സൗണ്ട് ബൈബിളിൽ പറഞ്ഞു. എനിക്ക് ആ വാക്യം ഞാൻ എടുത്തില്ല ഇന്നത്തെ കാര്യത്തിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് വല്ലോത്തിനും കുറവുണ്ടായിരുന്നോ എന്ന് കർത്താവ് ചോദിക്കുന്നു. വല്ലോത്തിനും നിങ്ങൾക്ക് കുറവുണ്ടായിരുന്നോ? അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നിനും എന്തില്ലായിരുന്നു? കുറവില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊന്നിനും കുറവ് വരത്തില്ല. കാരണം യേശു ക്രിസ്തു വചനത്തിലൂടെ പറയുന്നു, നമ്മൾ പലപ്പോഴും ഇനി മുതൽ നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. പകരം എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തിൽ ശക്തിപ്പെടണം. ഇവിടെ പ്രശ്നം നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടുവാണെങ്കിൽ ചിന്തിച്ചു ബലപ്പെടണം.
എങ്ങനെ ബ്രദറെ ചിന്തിച്ച് ബലപ്പെടുന്നത്? ഇനി ആ കസേരയെ പോയി പിരിക്കുമല്ലേ ഈ പ്രാർത്ഥന കഴിയുമ്പോഴും അതിന് മുമ്പുമൊക്കെ ആ കസേരയെ പോയിരുന്നിട്ട് ഇങ്ങനെ, ഓ എൻ്റെ കർത്താവ്, എൻ്റെ കുടുംബ വിഷയം, എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, എൻ്റെ കടഭാരം, ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് ചഞ്ചലപ്പെടുമ്പോൾ ആ ചിന്ത അകത്തോട്ട് വരുമ്പോൾ തന്നെ ബൈബിളിൻ്റെ അകത്ത് ദൈവം നടത്തിയ വഴികളെ പറ്റി ഓർക്കണം. യഹോവ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നാണ് പറഞ്ഞത്. അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓർക്കണം. കർത്താവ് എന്നിട്ടൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു വടിയൊക്കെ എടുത്തുകൊണ്ടെന്ന് വീട്ടിൽ കൊണ്ട് വെട്ടിവെക്ക്. എന്നിട്ട് ആ വടിയെ നോക്കി നേരം വെളുക്കുമ്പോൾ ആ വടിയെ പോയി തപ്പി നോക്കുക. ആ വടി പൂക്കത്തുമില്ല, കായ്ക്കത്തുമില്ല, ഫലം കായ്ക്കത്തുമില്ല. വേണ്ട, ഒരു പ്ലാവിൻ്റെ തടിയൊന്ന് വെട്ടിക്കൊണ്ട് ഒരു കമ്പ് വെട്ടിക്കൊണ്ട് വാ. അതിൻ്റെ ശിഖരമെല്ലാം വെട്ടിക്കളഞ്ഞ് ഇലയെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് പെരക്കകത്ത് വെച്ചാൽ നേരം വെളുക്കുമ്പോൾ അത് ചക്ക ഉണ്ടാവുമോ? പറ. നേരം വെളുക്കുമ്പോൾ അത് ചക്ക വഴുത്ത് കിടക്കുമോ? ഇല്ല. പക്ഷെ അഹരോന്റെ വടി തളിർത്തു, പൂത്തു, കായ്ത്തു. ഇങ്ങനെ ചിന്തിക്ക്. കർത്താവ് ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എങ്ങനെ? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത നിമിഷ നേരം കൊണ്ട് പ്രവർത്തിപ്പാൻ കഴിയുന്ന ആളാണ്. ചിന്തിച്ച് ചഞ്ചലപ്പെടുന്ന സ്ഥാനത്ത് ചിന്തിച്ച് ബലപ്പെടണം. ഞാൻ ദൈവരാജ്യത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വ്യക്തി കയറിയിരിക്കുന്നത് ദൈവരാജ്യത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ആകുലപ്പെടുന്നത്. ദൈവരാജ്യത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് മനുഷ്യനെ പോലെ ചിന്തിച്ച് ആകുലപ്പെടുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. ദൈവരാജ്യത്തിൽ കയറി ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിലുള്ളവരെ പോലെ ചിന്തിക്കണം. ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നമ്മൾ പത്രോസ്ലീഹ നടത്തിയ അത്ഭുതങ്ങളാണ് നിങ്ങൾ നോക്കുന്നത്, ഞാൻ നോക്കുന്നത് ദൈവമേ പത്രോസ്ലീഹയുടെ കുടുംബം എങ്ങനെ കഴിയും. ഇതാ ഞാൻ ചിന്തിക്കുന്നത്. പത്രോസ്ലീഹ അവിടെ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പിള്ളേരുടെ ഫീസ് എങ്ങനെ അടയ്ക്കും. ഇതാ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായി, പത്രോസ്ലീഹ അവിടെ യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ അവിടെ പത്രോസ്ലീഹയുടെ ക്രെഡിറ്റിലേക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് നന്മകൾ കയറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് വല്ലത്തിനും കുറവുണ്ടായിരുന്നു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഒന്നിനും കുറവില്ലായിരുന്നു. അപ്പൊ അവരുടെ തോട്ട് പ്രോസസ്സിൽ ഒരു വ്യത്യാസം വരുത്തി. ഇന്ന് മുതൽ ബ്രദറെ, ഞാൻ വലിയൊരു പ്രതികൂലത്തിന്റെ അകത്താ ബ്രദറെ ഇരിക്കുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് കുത്തിയിരിക്കുക. എന്നിട്ട് ചിന്തിച്ച് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇത് വരത്തില്ല, ഇവിടെ ഞാൻ കാണാൻ വേണ്ടി പോവാം. എനിക്ക് വേണ്ടി ദൈവം ബൈബിൾ എടുത്ത് വെക്കണം. ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്ക്. ബൈബിൾ എടുത്ത് ചിന്തിച്ചിട്ട് എന്നാൽ സറാഫാത്തിലെ വിധവയുടെ കലത്തിലെ എണ്ണ നിറച്ച് ആ എണ്ണ വിറ്റ് അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വെള്ളി പറഞ്ഞുകൊണ്ട്, അവർ ആ എണ്ണ വിറ്റതിന് ശേഷം അവർ സമ്പന്നരായി തീർന്നു. അവരുടെ കടങ്ങളൊക്കെ വീട്ടി. അങ്ങനെയെങ്കിൽ അതേപോലെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വർധനവുണ്ടാവും. 100 വർഷം കഴിഞ്ഞിട്ടല്ല, വിശ്വസിക്കുന്നവരാൽ അടയാളം. നമ്മുടെ ചിന്തകൾക്കകത്ത് വ്യത്യാസം വരുത്ത്. ദൈവത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൂടാ? ദൈവത്തിന് എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചുകൂടാ? ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ദൈവരാജ്യത്തിലുള്ളവരാ. ദൈവരാജ്യത്തിലെ അത്ഭുതങ്ങൾക്ക് നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നിങ്ങളുടെ ഉള്ളിൽ ബലമുണ്ടാകും. ആ ബലത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. ആമേൻ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നാളെ നമുക്ക് ബാക്കി കേൾക്കാം. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലില്ല. നാളെ നമുക്കിവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാളെ മാത്രം യൂട്യൂബിലായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനിത് എൻ്റെ ഉള്ളത്തിൽ കർത്താവിനെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഒരു ശ്യാമ എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്താൽ ഒരു നന്മയുടെ വാതിലിനെ കർത്താവ് തുറക്കുവാൻ വേണ്ടി പോകുന്നുവെന്ന്, ശ്യാമ എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം കർത്താവ് അത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ശ്യാമ എന്ന് പറയുന്ന ആ പേരൊന്ന് കുറിച്ചു വെച്ചോണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവം ആ വ്യക്തിയെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി പോകുവാണ്. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് ആ വ്യക്തിയുടെ കുടുംബത്തിൽ ചെയ്യുന്നല്ലോ. ദൈവരാജ്യത്തിന്റെ നന്മകൾ തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ മോനെ, ഞങ്ങളുടെ സഭയില് ഒരു പാസ്റ്ററുടെ ഭാര്യയാന്നു. ആ മകളെ കോളേജ് ജോലി ചെയ്യുക. അപ്പൊ ഹിന്ദുക്കളുടെ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉയർച്ച ഇവർ കൊടുക്കത്തില്ല. അതിന് ഞങ്ങൾ സഭയായിട്ട് ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അവരെ വിളിച്ചു പറയണം. കർത്താവിന്റെ ആലോചന ഇടപെട്ട് ഒരു അനുഗ്രഹം അത്ഭുതമായി ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നുണ്ട് പറയണം. ദൈവത്താൽ അത് സാക്ഷ്യമായി തീരും. നന്ദി കർത്താവെ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നില്ല അപ്പ.
ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വത്തെ കർത്താവ് ഇന്ന് അയക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ എന്നോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ അക്സ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അക്സയുടെ ജീവിതത്തെയും കുടുംബത്തെയും ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ കേൾക്കുന്ന വ്യക്തിയുമായി, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഒരു ഭവനത്തെ കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത്. ആ കുടുംബത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. പറഞ്ഞു പറയാൻ വേണ്ടിയാണ്. ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരായിരുന്നു? ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരായിരുന്നു? ഭവനത്തിന് വേണ്ടി ഇന്ന് കർത്താവിനാൽ ഒരു ഭവനം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, എല്ലാവിധമാണ് നിന്ദകളും മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ. ദൈവസാന്നിധ്യം ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് സകല വിഷയങ്ങളും ഇന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും വിശ്വസിച്ച് ഒന്ന് ചിന്തിച്ച്, മാനുഷിക തലത്തിൽ നോക്കിയാൽ നടക്കാത്ത പല കാര്യങ്ങളും ദൈവരാജ്യത്തിന്റെ അകത്താ നിങ്ങളിരിക്കുന്ന യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾ ഇരിക്കുന്ന കസേര ഇന്ത്യക്കകത്താണെങ്കിലും ഇരിക്കുന്ന കസേര ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലാണെങ്കിലും, പക്ഷെ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ ഇരിക്കുന്ന യഥാർത്ഥ സ്ഥലം ദൈവരാജ്യത്തിലാണ്. കൊലോസി ലേഖനം പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുക. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് എന്താ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ കർത്താവ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോവുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊന്ന് വിശ്വസിച്ച് ഒന്ന് ചിന്തിച്ച്, എന്തുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഒറ്റയടിക്ക് എന്നെ സൗഖ്യമാക്കിക്കൂടാ? ഇപ്പൊ അങ്ങനെ പറ. ഇപ്പോൾ തന്നെ ആ രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദുരാത്മാക്കൾ എൻ്റെ ശരീരം വിട്ട് ഇപ്പോൾ തന്നെ മാറിപ്പോകുന്നു. ഞാൻ ഇപ്പോൾ അതിനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഞാൻ അത്ഭുതത്തെ കാണുന്നു. ഇപ്പോൾ ഞാൻ ദൈവപ്രവൃത്തിയെ സ്വീകരിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞ് ഇതിനു ശേഷം ഞാൻ ചോദിക്കും, അത്ഭുത രോഗസൗഖ്യം കൈവച്ച് ഇപ്പോൾ തന്നെ ശരീരത്തിന്റെ മേൽ കൽപ്പിക്കുന്നപ്പ, അത്ഭുത വിടുതലുകളെ കൽപ്പിക്കുന്നപ്പ, അത്ഭുത സൗഖ്യത്തെ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ, പൂർണ്ണ സൗഖ്യം സംഭവിക്കട്ടെ. വേദനകൾ ശരീരം വിട്ട് മാറിപ്പോകുന്നു. ആ രോഗങ്ങൾ ശരീരം വിട്ട് മാറിപ്പോകുന്നു. സാമ്പത്തിക കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. മിറക്കിൾ മണി ഉണ്ടാകട്ടെ. കർത്താവേ, ആകാശത്തുനിന്ന് മഞ്ഞ ഒഴിച്ചതുപോലെ നന്മ ഒഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നല്ല ഭണ്ഡാരമായി ആകാശം തുറന്ന് തലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കുമെന്ന് പറയുന്നത് പോലെ നന്മകൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ സൗഖ്യമാക്കുന്നപ്പ, ആ വേദനകളെ സൗഖ്യമാക്കുന്നു. ആ മുറിവുകൾ ഉണങ്ങട്ടെ. ആ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ അപ്രതീക്ഷമാകട്ടെ. മുഴകൾ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ മുടന്തൻ തുള്ളുന്ന, ചെകിടൻ കേൾക്കുന്ന, കാഴ്ച ലഭിക്കുന്ന, കർത്താവ് ചെകിടൻ കേൾക്കുന്ന, ഊമൻ സംസാരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി, ആ കണ്ണാടിയൊക്കെ മാറ്റിച്ചിട്ട് പറഞ്ഞ കാഴ്ച വർദ്ധിക്കുന്നു, കാഴ്ച വർദ്ധിക്കുന്നു. കണ്ണാടിയുടെ സഹായം കൂടാതെ ഞാൻ കാണുന്നു. കേൾവികൾ വർദ്ധിക്കുന്നു, കാഴ്ച വർദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ കീഴ്പ്പെടുന്നു ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ആശാ മോൾ എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയും. ആശാ മോൾ എന്നാണ് വിളിക്കുന്നത്. ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുന്നു. ആ മോളുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്ന് ആരാണോ, ഈ കുടുംബമാണോ എന്നെ കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവളുടെ ഭാവിയെ സ്വർഗത്തിലെ ദൈവം സാക്ഷ്യമായി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇന്ന് കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്ന ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, പ്രതികൂലമായി നിൽക്കുന്ന, ഞാൻ കാണുന്ന ഒരു മറ്റൊരാൾക്ക് വേണ്ടി കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ മേൽ ആ കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ കഴിയാതെ,
ഞാൻ കാണുന്ന ഒരു കാഴ്ച, അയൽവക്കത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആ ആ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി കിടത്താൻ കഴിയാതെ, സമാധാനം കൊടുക്കാതെ, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ വ്യക്തിയെ കാണുന്ന ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മനുഷ്യൻ ഒരു അധികം ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അധികം വലിപ്പമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. ഭയങ്കര മാനസികമായും അല്ലാതെയൊക്കെ അവരെ ഉപദ്രവിക്കുകയും പഴി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വ്യക്തിയുടെ കുടുംബത്തിൽ തന്നെ ഒരു തലമുറയെ ഞാൻ കാണിക്കുന്നു. എന്നാൽ ഈ നിമിഷം എൻ്റെ കർത്താവ് പറഞ്ഞു, വിരോധമായി നിൽക്കുന്ന സകല നാവുകളെയും ദൈവം അടക്കി ആ വ്യക്തിയെ ദൈവം അനുകൂലമാക്കി മാറ്റുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ വിരോധവും പ്രതികൂലമായി നിൽക്കുന്ന സകലതും ഇപ്പോൾ തന്നെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ ദിവ്യ സമാധാനം ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ ദൈവത്തിന്റെ അത്ഭുതം അവിടെ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാകട്ടെ. എല്ലാ വിരോധമായി നിൽക്കുന്നത് മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അതെ, പറഞ്ഞു. എന്റെ വസ്തുവിലാണ് മോനെ ആ പ്രവൃത്തി. തൊട്ട അയൽവക്കക്കാരന് ഒരു തരത്തിലും ഞങ്ങളെ ജീവിപ്പിക്കത്തില്ല. എന്റെ ആലോചന ഒരേപോലെ വരുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോണം. കർത്താവ് ഇന്ന് അവരെ തൊടാൻ വേണ്ടി പോവാണ്. ദൈവം ഇന്ന് തൊടാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന സകലതും ഇന്ന് മാറിപ്പോട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കർത്താവെ അങ്ങയുടെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിക്കുന്നപ്പ, അവരുടെ വിഷയത്തിന്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നല്ലോ. അവരുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതത്തെ കർത്താവ് ഇന്ന് ഞങ്ങൾ അയക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഓരോരുത്തരെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ മേൽ വിഷയത്തിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ ഈ സമയത്ത് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ സൗഖ്യങ്ങൾ നടക്കട്ടെ. അപ്പ ഇന്ന് തലമുറകളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവർ അവരുടെ ജീവിതത്തിൽ ഭാവി തുറക്കട്ടെ. അപ്പ കർത്താവിന്റെ നാമത്തിൽ നിന്ന് വഴികൾ തുറന്നു വരട്ടെ. അപ്പ അടയപ്പെട്ട എല്ലാ ഭാവിയുടെ വാതിലുകളും തുറന്നു വരട്ടെ. നന്മയെ അപഹരിച്ചു കൊണ്ടുപോയ സകല വിഷയങ്ങളും അത്ഭുതമായി തീരട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നില്ലപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയും. സത്യനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നു. സത്യനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നു. വലിയൊരു അനർത്ഥം ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കർത്താവ് പറയുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ട് ദൈവം ആ ഭവനത്തെ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ മാറ്റം അവരുടെ മേൽ സംഭവിക്കട്ടെ. ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്താൽ അവിടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സകല പ്രതികൂലങ്ങളും മാറട്ടെ. സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മയുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചെന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട് അവർക്ക് ഒരു 10 ദിവസം മുമ്പ് നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് നോർമലായി ഞങ്ങൾ പ്രാർത്ഥിച്ചു മാറി. അതിനുശേഷം പിന്നെയും ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെയും പനി വന്ന് പടുത്ത പനിയായി ഹോസ്പിറ്റലിൽ പോയി. ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണ്, വേരിയേഷൻ ആണെന്ന് പറഞ്ഞു. അതിന് വേറെ ഹോസ്പിറ്റലിൽ പോയി. ആ വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല 17,500 പൗണ്ട് കൂടിയിരിക്കുകയാണ്, അത് ഇങ്ങനെ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. വേറെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞു. വിഷയം പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല, ഭാരപ്പെടണ്ട, ടെൻഷൻ ആവണ്ട, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു.
എലിപ്പനിയാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. എലിപ്പനിയൊന്നും ഉണ്ടാവില്ല, നീ ടെൻഷൻ ആവാതെ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക പറഞ്ഞു, പ്രാർത്ഥിക്കുക പറഞ്ഞു. ആ വെള്ളം കുടിച്ചു. ഒരു അത്ഭുതം അവിടെ നടന്നു. അതിലെല്ലാം നോർമലായി. അതിൽ കൂടുതൽ വേറെ ഈ ഇത്രയും 17,500 വേരിയേഷൻ കൂടുതലാണ്. നിങ്ങൾ നല്ലൊരു ഒരു ജില്ലാ ആശുപത്രിക്ക് പൊക്കോളൂ, അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് മുമ്പേ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്നുകൊണ്ട് നീ ഭാരപ്പെടണ്ട, എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചു, ദൈവം നോക്കിക്കൊള്ളും, നിന്നെ നോക്കാൻ പോകുന്ന ഡോക്ടർ ആയിരിക്കുന്നത് ഈശോയായിരിക്കും. അങ്ങനെ ടെൻഷൻ ആവണ്ട, ഭാരപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തു. ദൈവം അവിടെ പ്രവർത്തിച്ചു. അന്നത്തെ ദിവസം രാത്രി സുഖമായി കിടന്നുറങ്ങി. അജിക്കുട്ടിയോട് ഞാൻ പറഞ്ഞ വിവരം പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഓടിച്ചാടി ആ വീട്ടിൽ ജോലികളെല്ലാം ചെയ്യുന്നു. അതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയണം. അതേപോലെ വേറൊരു വിഷയമുണ്ട്. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു, ഇവരെല്ലാം പ്രാർത്ഥിക്കാൻ പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ കണ്ടു. ആ വ്യക്തിയെ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥിച്ച ആ മുഖത്ത് ഇങ്ങനെ ഓക്സിജൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കണ്ണ് ഇങ്ങനെ വിളിച്ച് കാണുന്നു. അപ്പൊ നമ്മളെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതാരായിരിക്കും ഇങ്ങനെ കണ്ണെന്ന് എനിക്ക് തോന്നിയപ്പോ എന്നെ കണ്ണൊന്നും പോണില്ല. കണ്ണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ പതുക്കെ ഇങ്ങനെ അടങ്ങി തുറക്കും. നന്നായിട്ട് ആ മുഖം കാണുന്നു. പിന്നെ അത് സുകുമാരനാണല്ലോ എന്ന് എന്റെ മനസ്സിൽ തോന്നി. പിന്നെ അത് എനിക്ക് പറഞ്ഞു പറ്റാൻ സാക്ഷി ഇന്നലെ ക്ലോസ് ആക്കി വിട്ടുമല്ലോ. എനിക്ക് ഒരുപാട് ടെൻഷൻ തോന്നി. പറയാൻ പറ്റിയില്ലല്ലോ. അതെന്താ അങ്ങനെ കണ്ടതെന്നറിയില്ല. ഇന്ന് രാവിലെ എണിച്ചിട്ട് ആ വ്യക്തി മരിച്ചുപോയി. 9:15 കാലത്തും മരിക്കുകയും ചെയ്തു. എന്തായാലും അതൊരു പക്ഷെ ഒരുപാട് സീരിയസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ശ്വാസം എടുക്കാൻ പറ്റില്ല അത്ര വ്യക്തിക്ക്. ദിവസം ഹോസ്പിറ്റലിൽ പോവാ വരിക. പക്ഷെ ദൈവം മുൻകൂട്ടി എനിക്ക് കാണിച്ചു തരുകയും ചെയ്തു. ഞാൻ അവരോട് നല്ല രാത്രി പറയുകയും ചെയ്തു. അതിനെല്ലാം ഞാൻ നന്ദിയോടെ ദൈവത്തിന് പറയുന്നു. തീർച്ചയായിട്ടും പ്രേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്ന് കേട്ടതുപോലെ കൗണ്ടുകൾ ഹൈ ആയിട്ട് തന്നു. പക്ഷെ അവരെ ബലപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവിടെ പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. ഇനിയും പ്രാർത്ഥിക്കുക. കർത്താവ് പല കാര്യങ്ങളെ മുൻകൂട്ടി നമുക്ക് വേണ്ടി കാണിക്കും. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അവരെ കർത്താവിന്റെ നാമത്തിൽ സാക്ഷികളായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാനൊന്ന് പറയട്ടോ. പറഞ്ഞു. ബ്രദറെ ഒരു ആലോചന ഇന്നലെ കേട്ടത് പറയാം. ഞാനൊന്ന് പറയട്ടോ. 1980 ജനിച്ച ഒരു 18-ാം തീയതി ജനിച്ച ഒരു മകന് വേണ്ടി ആലോചന പറഞ്ഞായിരുന്നു. അപ്പൊ അതെന്റെ മകനാണ്. അവന്റെ വിവാഹത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹമൊന്നും ഇതുവരെ ആയില്ല. ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഞാനൊന്ന് പറയട്ടെ പാസ്റ്റർ. പറഞ്ഞു. ഞാൻ പാസ്റ്റർ ഈ ഗ്രൂപ്പിൽ കയറിയത് മാർച്ച് 16-ാം തീയതിയാണ് ഈ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്. അന്നെന്നുള്ളത് എനിക്ക് വരുന്നില്ല, ഇടുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു രോഗിയെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ആ രോഗിയെ ചെന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് പിന്നെ സമാധാനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടപ്പോൾ അവര് കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്ന് പ്രാർത്ഥിച്ച് ആ രോഗിക്ക് സൗഖ്യമായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നെല്ലാം എനിക്കറിയാവുന്ന എല്ലാം പറഞ്ഞു പാസ്റ്ററെ. അപ്പൊ അവർക്ക് സുഖമായി, അവര് സഭയിൽ വരാം എന്ന് പറഞ്ഞിരിക്കുന്നു നാളെ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ഉപയോഗിച്ചതിന് നന്ദി പറയുന്ന രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളൊരു വ്യക്തിയുടെ തകർന്ന അവസ്ഥയെ കയറി തൊടുവാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവ് ഇന്ന് ആ സസ്റ്റഹോരിലൂടെ ചെയ്ത പ്രവർത്തിക്കുക. ഇനിയും അനേകരുടെ ഇടയിലേക്ക് പോകുക. കർത്താവിന്റെ നാമത്തിൽ സാക്ഷികളാകുക. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു ആലോചനല്ലോ 9713. ഹലോ. അപ്പൊ ഇന്ന് 9713 അത് എന്റെ കാനറ ബാങ്കിന്റെ ATM കാർഡിന്റെ സെക്രട്ടറി നമ്പറാണ്. ഞാൻ ഇന്നാണ് അത് എടുത്തു നോക്കുന്നത്. ഇന്ന് ഞാൻ വണ്ടിയുടെ ആവശ്യം, ഇന്ന് ദൈവം എന്റെ പേരിൽ വണ്ടി ആക്കി തന്നു, ആർസി ബുക്ക്. അപ്പൊ അന്നേരം അങ്ങനെ പോകാൻ നേരം ATM കാർഡ് എടുത്ത് നോക്കിയപ്പോഴാണ് 9713 കാർഡിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ കാർഡ് കൈ പിടിച്ചോണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അപ്പം ദൈവം എനിക്ക് ഈ ആലോചന ബദറിലൂടെ ഇന്നലെ എനിക്ക് തന്നിരുന്നു. വലിയൊരു ഭാരം പുറത്തു പറയാൻ വയ്യാതെ ഇരിക്കുന്ന കാര്യം, ദൈവ അത്ഭുതം പ്രവർത്തിക്കുന്ന കാര്യമൊക്കെ. അപ്പം എല്ലാം എന്റെ മോന്റെ വിഷയത്തിന് വേണ്ടിയാണ്. മോന്റെ വിവാഹ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കടം കാരണം അത് അവര് അറിഞ്ഞ മോശം വേഗം അത് ദൈവം കർത്താവ് അത് അറിയുന്നു സിസ്റ്റർ. കർത്താവ് ഇന്നലെ ഇടപെട്ടതാണ് 9713 എന്നുള്ള ആ ഒരു ബാങ്കിന്റെ കാർഡ് അല്ല സിസ്റ്റർ അത്.
ഞാൻ ഇന്നലെ അത് ഇങ്ങനെ എടുത്തു പറയുകയും ചെയ്തു. ഒരു നമ്പർ പോലെ ഒരു പാസ്വേഡ് പോലെ എന്തോ ഒരു കാണിച്ചുകൊണ്ടിരിക്കുവാന്ന് ഞാനത് പറഞ്ഞു. എന്തായാലും കർത്താവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം, അത് കൈവച്ച് പ്രാർത്ഥിച്ചോണം. അതിലേക്ക് നന്മ വരാൻ വേണ്ടി പോവാണ്, അതിലേക്ക് അനുഗ്രഹങ്ങൾ തുറക്കാൻ വേണ്ടി പോവാണ്. എല്ലാ ഭാരങ്ങളെയും ദൈവം മാറ്റും, സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശു ബ്രദറെ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. മുമ്പേ പറഞ്ഞ ആലോചന ഇത് എനിക്കും കൂടെ ഉള്ളത്. ഒരാൾ ഏറ്റെടുത്തു, ഞാനും ഏറ്റെടുക്കുന്നു. ആ സ്ഥലത്തിന്റെ കാര്യം അടുത്ത് താമസിക്കുന്ന നെയ്ബർ തന്നെയാണ്. ഞങ്ങളെ 11 വർഷമായി ഞങ്ങളുടെ പേരിൽ ഒരു കേസ് ഞങ്ങളുടെ സ്ഥലമാണ്, അയാളുടെ സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ബ്രദറിനോട് നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോ ഉപദ്രവം തന്നെ ഉപദ്രവമാണ്. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും ഒരു മറുപടി തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുവാണ്. അങ്ങനെ ഒത്തിരി ഞങ്ങളെ ശല്യം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അത് അത്ഭുതമായി മാറാൻ വേണ്ടി പോകട്ടോ. ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കേൾക്കുന്നുണ്ട്. എന്റെ പേര് ചാണ്ടി എന്നാണ്, ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതൊരു 3 ആഴ്ചയായിട്ട് ഈ മീറ്റിങ്ങിൽ ഞാൻ സൂം മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്. അന്നേരം ഒത്തിരിയൊക്കെ മറ്റു യൂട്യൂബൊക്കെ ഒത്തിരി കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ യൂട്യൂബ് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞാനത് അങ്ങോട്ട് ഇത് ചെയ്തായിരുന്നു, അതായത് അത് ഇങ്ങോട്ട് എഴുതി വിട്ടായിരുന്നു. അത് പിറ്റേ ദിവസം തൊട്ട് ഞാൻ അങ്ങനെ അത് നിർത്തി. ഇത് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഒത്തിരി ശക്തി പ്രാപിക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ആനന്ദമുണ്ട്. പ്രാർത്ഥന ശരിയായിട്ട് നടത്താനും അതായത് വചനം റൈറ്റ് വേയിൽ മനസ്സിലാക്കാനൊക്കെയുള്ള ഒത്തിരി അനുഗ്രഹം കിട്ടി. അത് കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട്, ബലപ്പെടുന്നുണ്ട്. വിഷയങ്ങൾക്ക് കാര്യമായി മാറ്റം വന്നിട്ടില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ അതിനെല്ലാം മാറ്റം വരുമെന്നുള്ള വലിയൊരു വിശ്വാസം ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ട് പിന്നെയും കർത്താവിൽ ബലപ്പെടുക, വചനത്തിൽ ബലപ്പെടുക. കർത്താവ് സാക്ഷിയാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഇപ്പൊ ഒരു ആലോചന പറഞ്ഞില്ലേ പക്ഷേ അക്സ എന്ന് പറഞ്ഞത്, വീടിന് വേണ്ടി കാര്യം, വീടിന്റെ കാര്യം. അത് എന്റെ അമ്മാശന്റെ കൊച്ചുമോളാണ്. അവര് വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കുക, കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. രതീഷ് ബ്രദറാണ്. പറഞ്ഞു. ഹലോ. ഈ ദിവസങ്ങള് കർത്താവ് വലിയൊരു പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ചെയ്തായിരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സെയിൽസിൽ പോയപ്പം ഞാൻ ഭയങ്കര ചൂടായ സമയത്ത് ഇങ്ങനെ കയറ്റം കയറി പോയതാണ്. അപ്പൊ എന്റെ ബാഗിനകത്ത് ഒരു പ്രോഡക്റ്റ് മുന്നോട്ട് വീഴുകയും അതെടുക്കാനായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ നിന്ന സ്ഥലത്തൊരു തേങ്ങ എന്റെ തലയിലിട്ട് വീഴേണ്ടത് ദൈവം അത് മാറ്റി കളയുകയും ചെയ്തു. കാരണം കർത്താവ് അത് മുൻകൂട്ടി കണ്ടൊരു അപകടം. പിശാച് പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നതിന് മുമ്പ് എന്റെ പ്രോഡക്റ്റ് ബാഗിനകത്ത് എങ്ങനെ ഓപ്പൺ ആയി താഴെ വീണെന്ന് എനിക്കറിയില്ല. അത് മുന്നോട്ട് നീങ്ങി അത് പിടിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് പോയതുകൊണ്ട് എന്റെ തലയിലേക്ക് വീണ്ട തേങ്ങ ബാക്കി വീഴുകയും ചെയ്തു. കർത്താവിന് മഹത്വം. വലിയ അത്ഭുതമാണ് എന്റെ ജീവിതത്തിൽ. പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന കർത്താവ് കാണുന്നു. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന പല കാര്യങ്ങളും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. പലതും നമ്മൾ കാണുന്നു, പലതും കാണാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ ദൈവം നമ്മളെ സൂക്ഷിച്ചത്. വെറുതെ പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റ് താഴെ പോയത് പോലും പോകാൻ സാധ്യതയില്ല. പക്ഷെ അത് പോയത് കൊണ്ട് അതെടുക്കാനും അത് മിസ്സായെന്ന് വേണം പറയാം. പക്ഷെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചതാണ്. ഇനിയും ദൈവത്തിന് ഒത്തിരി പദ്ധതിയുണ്ട്. ദൈവം ഒത്തിരി കാര്യങ്ങളാണ് നടക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. എനിക്ക് രണ്ട് സാക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിലെ സഹോദരി വയറുവേദനയിൽ ഭയങ്കരമായിട്ട് ഭാരപ്പെടുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ മകള് അത്ര ഇതായതുകൊണ്ട് അത്ര വേദനയുണ്ട്, ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഡോക്ടർ നീരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സഹോദരി പിറ്റേ ദിവസം അപ്പൊ ഞാൻ വചനം പറഞ്ഞു കൊടുത്ത്, വചനം ഇട്ട് കൊടുത്ത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ വചനം പറഞ്ഞതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ പോയപ്പോഴ് നീരുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന്. അന്ന് ആ വേദനയില് അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ കിഡ്നിക്ക് സ്ഥാനചലനം, അതായത് കിഡ്നിയുടെ പൊസിഷൻ മാറിയിരിക്കുക, അതുകൊണ്ട് CT ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ CT ചെയ്യാൻ പോയി.
CT ചെയ്ത് യൂറിറ്ററിന്റെ ഒരു ഡൈ സ്കാനൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് രണ്ടും ചെയ്ത ആള് അത് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം അവർ ഡോക്ടർ പറഞ്ഞത് ഈ കിഡ്നി പൊസിഷൻ മാറിയതുകൊണ്ട് യൂറിറ്റർ ട്യൂബുമായിട്ട് ഒരുമിച്ച് അത് ജാം ആയിട്ട് ഹൈ റിസ്ക് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം CT ഡൈ സ്കാനും ചെയ്തു. ദൈവത്തിന്റെ കൃപയാല് പൊസിഷൻ മാറിയിരിക്കുന്ന അത് ജന്മനാ ഉള്ളതാ. അതുകൊണ്ട് ആൾക്ക് യാതൊരു പ്രശ്നവും വരില്ല. ആ ഡൈ സ്കാനിൽ ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. നമ്മൾക്കതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഒത്തിരി ഭയപ്പെട്ടിരുന്ന ചെറിയ കുഞ്ഞുങ്ങളുള്ള ആളാ. ഒത്തിരി ഭയപ്പെട്ടിരുന്ന അത് മുഖാന്തരം ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഓർത്ത്. എന്നാൽ ദൈവം അവിടെ കരുണയോടെ അവിടെ സൂക്ഷിച്ച്. ഞങ്ങള് എല്ലാ ദിവസവും ഞങ്ങൾ 3 സഹോദരിമാര് രാത്രി 1 മണിക്കൂർ ദൈവസന്നിധിയിൽ അന്യഭാഷ ഉണർവിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രയറിന് തൊട്ട് മുൻപ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രയറിന് കയറുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഹൈ ബ്ലീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബ്ലീഡ് അല്ല, ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. ആൾക്ക് ശരിക്കും എഴുന്നേൽക്കാൻ ഭയങ്കര ക്ഷീണം, അത്രത്തോളം ബ്ലഡ് ശരീരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആള് ഹോസ്പിറ്റലിൽ പോകില്ല എന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുക. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഭാരപ്പെട്ടിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ 3 പേരുടെ പ്രാർത്ഥിച്ച് അന്ന് ആളൊരു ബലപ്പെട്ടിരുന്നിട്ടാണ് ആ തളർച്ചയിൽ എഴുന്നേറ്റ്. അപ്പൊ പിറ്റേ ദിവസം അന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മമ്മയെന്ന് വിളിച്ചു ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അന്ന് രാത്രി ബലപ്പെട്ടെങ്കിൽ അന്ന് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അന്നേരം പ്രാർത്ഥിക്കാൻ ധൈര്യം തോന്നിയില്ല ബ്രദറെ. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ജോലി സ്ഥലത്ത് എന്നിട്ട് ഞാൻ വിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ആ അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു, അത് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. വേറൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് സിസ്റ്റർ 1 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ റെഡി ആയപ്പോഴ് ആള് പെട്ടെന്ന് ഇപ്പം വിളിക്കാമെന്ന് വേണ്ടി കട്ട് ചെയ്തു. പക്ഷേ ഈ സമയത്ത് പരിശുദ്ധാത്മാവ്